കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ലൂമിയെയാണ്. അവളുടെ നാട് ഒരു ഗ്രാമപ്രദേശത്താണ്. പക്ഷെ ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ഇപ്പൊ ഇവള് സിറ്റിയിലേക്ക് വലിയൊരു കമ്പനിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലിക്ക് വന്നേക്കാണ്. കാരണം അവളുടെ മുത്തശ്ശി വയ്യാണ്ട് കിടക്കാണ്. അവൾക്ക് ആകെയുള്ളത് അവരാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം പൈസ സമ്പാദിച്ചാലേ ഇപ്പൊ അവരെ രക്ഷപ്പെടുത്താനാവും. സോ അതിനായിട്ടാണ് ഇപ്പൊ ഇവള് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇവള് അവളുടെ ജോലിക്ക് പോവാനായിട്ട് ബസ് സ്റ്റോപ്പില് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഒരാള് ഒരു പെൺകുട്ടിയെ ബൈക്കില് ചേസ് ചെയ്ത് വരുന്നു. അവനെ കണ്ട് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുന്നു. കാരണം അത് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായകനായിട്ടുള്ള ആ നാട്ടിലെ തന്നെ വലിയ കോടീശ്വരനായ മിസ്റ്റർ ഷൻ ഗ്രൂപ്പിന്റെ സിഇഒ ആയിട്ടുള്ള സാം ആണ്. അവനാണെങ്കിൽ നേരെ വന്ന് ആ പെണ്ണിനെ കോളറിന് പിടിച്ച് തൂക്കിയെടുക്കുന്നു. അത് വേറെ ആരുമല്ല, അവന്റെ സ്വന്തം സിസ്റ്റർ തന്നെയാണ്. അവളുടെ പേര് ഷെറൻ എന്നാണ്. അപ്പൊ അവൾ ഇവനോട് ഞാൻ എന്റെ സിസ്റ്റർ അല്ലേടാ, എന്നൊന്ന് വിടടാ ചേട്ടാ എന്നൊക്കെ പറയുമ്പോ ഇവൻ എനിക്ക് വേണ്ടി ഈ നാട് മുഴുവൻ ബ്ലൈൻഡ് ഡേറ്റിനായിട്ട് പരസ്യം നടത്തിയപ്പോ നീ എന്റെ സിസ്റ്റർ ആണെന്ന കാര്യം മറന്നുപോയോടി എന്ന് ചോദിക്കുന്നു. അപ്പോ ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ലൂമി കാണുന്നുണ്ട്. പട്ടാപ്പകല് ഈ സിറ്റിയിൽ ഒരു സ്ത്രീക്ക് സുരക്ഷയില്ലേ എന്നാണ് അവള് ചിന്തിക്കുന്നത്. അവര് ഒരു കൂട്ടം തന്നെ ഉണ്ടല്ലോ, ബാക്കിയുള്ളതൊക്കെ അവന്റെ ബോഡി ഗാർഡ്സ് ആണ്. അപ്പൊ ഇവിടെ വില സാമിനോട് ഞാൻ നിനക്ക് വേണ്ടി എന്തായാലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കും എന്ന് പറയുമ്പോ അവനും ശരി നീ കണ്ടെത്തി കാണിക്ക് എന്ന് പറയുമ്പോ തന്നെ അവന്റെ തലയിൽ കൂടി ആ ഒരു ബക്കറ്റ് എടുത്തിടുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ലൂമി തന്നെയാണ്. എന്നിട്ട് ലൂമി ഷെറിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അവരെല്ലാരും കൂടി ഈ പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ലൂമി തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും ഇവനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അനിയത്തിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, പെട്ടെന്ന് തന്നെ അവളെ പോയി പിടികൂട് എന്ന് പറഞ്ഞ് ഇവൻ അവന്റെ ബോഡി ഗാർഡ്സിനെ പറഞ്ഞയക്കുന്നു. അപ്പോ ലൂമി ആണെങ്കിൽ ഷെറിനെയും കൂട്ടി എങ്ങനെയൊക്കെയോ ഓടി ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് എത്തുന്നു. എന്നിട്ട് ഷെറിനോട് നിന്റെ വീട് എവിടെയാ പറഞ്ഞാൽ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയുന്നു. അപ്പോ ഇവള് ലൂമിയോട് നിങ്ങൾ എന്ത് നല്ല ധൈര്യശാലിയാണ്, നിങ്ങൾ എന്നെ നാത്തൂനാവുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എന്റെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഇവള് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് ലൂമി അയ്യോ ഞാനിവിടെ ഒരു ജോലിക്കായിട്ട് വന്നതാണ്, അതുകൊണ്ട് തന്നെ അതിനൊന്നും എനിക്കിപ്പോ ടൈമില്ല എന്ന് പറയുമ്പോൾ ഇവൾക്ക് അവള് ജോയിൻ ചെയ്യാനിരുന്ന ഓഫീസിൽ നിന്ന് കോള് വരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവള് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ ഇനി ആരെങ്കിലും തന്നെ ഉപദ്രവിച്ചാല് നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ നമ്പറും ഷെറിന് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും ഷെറിന്റെ അടുത്തേക്ക് സാം എത്തിയിട്ടുണ്ടായിരുന്നു. ഇവള് ഉടനെ തന്നെ അവനോട് നിന്റെ വൈഫ് ആവാൻ പോകുന്ന പെൺകുട്ടിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്, നിനക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കഴിഞ്ഞ തവണയും നീ ഇതേപോലെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതാ, എല്ലാവരെയും നീ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ ഇവള് അവരെ പോലെയൊന്നും അല്ല ഇവള്, ഈ പെൺകുട്ടി കൊള്ളാം, നിനക്ക് നല്ല മാച്ച് ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഇവളാണെങ്കിൽ നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്ന് പറയുമ്പോൾ അവസാനം സൈകിട്ട് അവൻ അതിന് സമ്മതിക്കുന്നു. പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങള് എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ അവന്റെ ആ ഒരു ലുക്കൊക്കെ മാറ്റി ഒരു സാധാരണ ജോലിക്കാരനെ പോലെയാവുന്നു. അതിനുശേഷം ഷെറിൻ ലൂമിയെ വിളിച്ച് അവളെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് പറയുന്നു. അപ്പോ സാം അവളോട് പറയുന്നുണ്ട് സ്വന്തം കാര്യം നോക്കാൻ തന്നെ ഇവിടെ ആർക്ക് സമയമല്ല, അപ്പോഴാ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കാൻ ഓടി വരുന്നത്, അവള് വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അപ്പൊ തന്നെ കറക്റ്റ് നമ്മുടെ ലൂമി ആരാ നിന്നെ ഉപദ്രവിച്ചത് ഇവനാണോ എന്ന് ചോദിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഷെറിനെ അവളെ തടഞ്ഞിട്ട് അയ്യോ ഒന്നും ചെയ്യല്ലേ ഇതെന്റെ ബ്രദർ ആണെന്ന് പറയുന്നു. അപ്പൊ ഇവളൊന്ന് ചമ്മുന്നുണ്ട്. കാരണം രാവിലെ ഇവന്റെ മോളിലെ ബക്കറ്റ് എടുത്തിട്ടാണല്ലോ അവര് ഷെറിനെയും കൂട്ടിക്കൊണ്ട് ഓടിയത്. അതുകൊണ്ട് തന്നെ ഇവള് കുറച്ച് പരിങ്ങളിലാണ് അവന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ ഷെറിൻ തന്നെ അവളുടെ ചേട്ടനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവനൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ് എന്ന രീതിയിൽ. അതിനുശേഷം ഷെറിൻ ഇവളോട് അവളുടെ ചേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ലൂമി അതിന് സമ്മതിക്കുന്നില്ല. ഒരു പെട്ടെന്ന് കണ്ട വ്യക്തിയാണല്ലോ. അപ്പോ ഷെറിൻ ഉടനെ തന്നെ സ്കൂളില് എല്ലാവരും പറയുന്നത് ഞാൻ ചേട്ടന്റെ വൈഫാണെന്നാണ്, ചേട്ടൻ എന്നെ ബാലവിവാഹം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. ആ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ചേട്ടൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇനി പഠിക്കാൻ പോവില്ല എന്ന് പറഞ്ഞൊരു നമ്പർ ഇട്ട് ആ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റി ലൂമിയെ കൊണ്ട് ആ ഒരു വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നു. അപ്പോ ഇവള് കല്യാണത്തിന് സമ്മതിച്ചത് കണ്ട് സാം അവളോട് എനിക്ക് വീടില്ല, കാറില്ല, പൈസയില്ല, സേവിങ്സ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ലൂമി അതിനെന്താ കൈയും കാലും ഉണ്ടല്ലോ, അതൊക്കെ ഇനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും എങ്ങനെയൊക്കെയോ പരസ്പരം സമ്മതിച്ച് ആ ഒരു വിവാഹം നടക്കുന്നു. അതിനുശേഷം ഷെറിൻ ആണെങ്കിൽ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ബലൂണൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പോകുന്നു. അവൾ ഒരുപാട് നാളായിട്ട് ചേട്ടന്റെ കല്യാണം നടത്താനായിട്ട് ശ്രമിക്കുകയാണല്ലോ, ഇപ്പോഴാണ് അതിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അവള് ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ലൂമിക്കും ആ ഒരു വിവാഹം വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം സാം നല്ല ഹാൻസം ആണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായിട്ട് അവനെ ബോധിച്ചു. പക്ഷെ സാം അപ്പോ ഇത് ജസ്റ്റ് ഒരു മാരേജ് അല്ലേ, ഷെറിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഡിവോഴ്സ് ചെയ്തേക്കാം, ഞാൻ നിനക്ക് എത്രയാന്ന് വെച്ചാൽ കോമ്പൻസേഷൻ തരാമെന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട, ഒരു വൈഫിന്റെ ഉത്തരവാദിത്തമൊക്കെ ഞാൻ എന്തായാലും ചെയ്തേക്കും, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭാരമാവാൻ പോകുന്നില്ല, എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, നമുക്ക് രണ്ടുപേർക്കും ബസ് സ്റ്റോപ്പിലോട്ട് പോകാം എന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു. അപ്പോ ഇവൾ അവനോട് അല്ല നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനൊരു കമ്പനിയിലാണെന്ന് പറയുന്നു.
എങ്ങനെയാ പോകുന്നത്, ബസ്സിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ബസ്സിൽ തന്നെയാ, പിന്നല്ലാണ്ട് കാറൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇവന്റെ കാറ് ഇവനെ പിക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് വരുന്നു. എന്നാൽ അപ്പോഴേക്കും ആദ്യം ഇവളെ കാണാതിരിക്കാനായിട്ട് അവൻ അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു നിർത്തുന്നു. സോ റൊമാൻറ്റിക്. അപ്പോഴത്തേക്കും ഇവന്റെ അസിസ്റ്റന്റ് ഇവന്റെ അടുത്തേക്ക് ബോസ് എന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോഴേക്കും ഒന്ന് പോയെന്ന് പറഞ്ഞ് ഇവൻ അയാളെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോക്കോ, എനിക്ക് എന്റെ ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളുടെ ജോലിക്കായിട്ട് പോകുന്നു. അപ്പൊ ഇവന്റെ അസിസ്റ്റന്റ് ഇവന്റെ അടുത്തേക്ക് വന്ന് ബോസ് ആരാ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോ ഇവൻ അതെന്റെ അനിയത്തിയുടെ നാത്തൂനാണെന്ന് പറയുന്നു. അപ്പൊ അസിസ്റ്റന്റ് ഒന്ന് ചിന്തിച്ചിട്ട് ബോസ് അപ്പോ അത് നിങ്ങളുടെ വൈഫ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമല്ല, വണ്ടി എടുക്കാനായിട്ട് സാം പറയുമ്പോ അല്ല ബോസ് നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെയാള് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചോദിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ അത് നിന്നോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് സാറിനൊരു ആപ്ലിക്കേഷൻ അയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വണ്ടി എടുക്കാനായിട്ട് അയാളോട് പറയുന്നു. ഇവൻ ശരിക്കും ഇവന്റെ ഐഡന്റിറ്റി അവളുടെ അടുത്ത് മറിച്ചു വെക്കുന്നതിന് കാരണം ഇവനൊരു കോടീശ്വരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുന്നേ തന്നെ പലരും ഇവനോട് അത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ച് മാത്രം ഇവന്റെ അടുത്ത് ഇടപെട്ടിട്ടുണ്ട്. അത് ഇവന്റെ സഹോദരിയെ യൂസ് ചെയ്തിട്ടാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഒരു റിയൽ ആയിട്ടുള്ള വ്യക്തിയെ കണ്ടെത്തുക എന്നതാണ് ഇവന്റെ ആവശ്യം. ഷെറിൻ ഇവന് വേണ്ടി ഒരുപാട് പെൺകുട്ടികളെ നേരത്തെ കണ്ടെത്തിയിരുന്നെങ്കിലും അതെല്ലാം തന്നെ ആ ഒരു രീതിയിൽ ഇവനെ സമീപിച്ചവരായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഇവൻ ഒരു സാധാരണ വ്യക്തിയാണ് എന്ന രീതിയിൽ ലൂമിയെ സമീപിച്ചിരിക്കുന്നത്. അതിനുശേഷം അവനാണെങ്കിൽ അവന്റെ കമ്പനിയിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലൂമി അവളുടെ ജോലിക്ക് ജോയിൻ ചെയ്തേക്കാണ്. ഇവള് ഷെങ് കമ്പനിയിലെ ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ മറ്റ് സ്റ്റാഫുകളൊക്കെ ഇന്നെങ്കിലും മിസ്റ്റർ ഷെങ് ഇങ്ങോട്ട് എത്തോ, അദ്ദേഹം ഇന്നും വന്നില്ലെങ്കിൽ ഞാൻ ഈ ജോലി ഉപേക്ഷിക്കും എന്ന് പറയുന്നത് കേട്ട് ഇവള് അതിന് അദ്ദേഹം ആരാ, അത്ര ഫേമസ് ആണോ എന്ന് ചോദിക്കുന്നു. അപ്പോ അവരിവളോട് നീ ആ കുഗ്രാമത്തിൽ നിന്ന് വന്നതാണല്ലോ, നിനക്ക് നീ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓണർ ആരാണെന്ന് പോലും അറിയില്ലേ എന്ന് ചോദിച്ച് ഇതാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് അവരുടെ മുതലാളിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അത് മറ്റാരുമല്ല നമ്മുടെ സാം തന്നെയാണല്ലോ, അവനാണ് ആ കമ്പനിയുടെ സിഇഒ. പക്ഷെ ആ ഫോട്ടോയിലുള്ളത് പെട്ടെന്ന് അവനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അത് സാം തന്നെ ആണോ എന്ന് ഒരു ഡൗട്ട് വരുന്നു. അങ്ങനെ അവളത് ചെക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് പോവാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണ് ഇവളുടെ കുറുകെ വന്ന് ഇവളെ തട്ടുന്നു. അവളുടെ പേര് ലയ എന്നാണ്. അത് മറ്റാരുമല്ല നമ്മുടെ ലൂമിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് തന്നെയാണ്. അവര് ഒരേ നാട്ടുകാരാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റില് ലൂമി അവളോട് സംസാരിക്കുമ്പോൾ ലയ നല്ല ജാടയിലാണ്. അപ്പോഴേക്കും ഇവരുടെ സൂപ്പർവൈസർ ആയിട്ടുള്ള ആ ഒരു ലേഡിയും അങ്ങോട്ട് എത്തുന്നു. അവരും വളരെയധികം ബഹുമാനത്തിലാണ് ലയ എടുത്ത് സംസാരിക്കുന്നത്. കാരണം അവള് അവിടുത്തെ അസിസ്റ്റന്റ് മാനേജറുടെ ഫിയാൻസിയാണ്. നിങ്ങൾ തമ്മിൽ അറിയുമെന്ന് സൂപ്പർവൈസർ ലയ എടുത്ത് ചോദിക്കുമ്പോൾ ഇവള് ആ പട്ടിക്കാട്ടിന്ന് വരുന്നതല്ലേ, എനിക്കറിയാം, ഇവള് മഹാ തല്ലിപ്പൊളി ആയിരുന്നു, ഇവളുടെ മുത്തശ്ശിയെ പോലും വെറുതെ വിട്ടിട്ടില്ല, നിങ്ങള് ഇവളെ പോലുള്ളവർക്കാണോ ഇവിടെ ജോലി കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ഇവളെ തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ ലൂമിയാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, ഈ പറഞ്ഞതെല്ലാം നീ തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലയക്ക് നല്ല ദേഷ്യം വരുന്നു. കാരണം അവളുടെ ക്യാരക്ടർ തന്നെ ആയിരുന്നു അതൊക്കെ. ഇനി ലൂമി ഇവിടെ വന്ന് അതൊക്കെ പറയുമോ എന്ന് പേടിച്ചിട്ടായിരിക്കണം അവള് അത് ആദ്യം തന്നെ നമ്മുടെ ലൂമിയുടെ തലയിലോട്ട് ഇട്ടത്. സോ ഇവള് അത്രക്കാരിയാണ് എന്നറിഞ്ഞ ഇവളുടെ സൂപ്പർവൈസർ ഇവളോട് നീ ഇനി ഈ കമ്പനിയിൽ തുടരാൻ പാടില്ല, ഞാൻ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്ത് കാര്യത്തിനാണ് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നത്, ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്നു എന്നത് ശരി തന്നെയാണ്, പക്ഷെ ഇവിടെയുള്ള ഈ രണ്ടെണ്ണത്തിനേക്ക് ഞാൻ നല്ലോണം പണിയെടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെല്ലാരും കൂടെ ചേർന്ന് ഇവളെ നന്നായിട്ട് ഉപദ്രവിക്കുന്നു. അവൾക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും ആവുന്നില്ല. അവളുടെ ഡ്രസ്സൊക്കെ വലിച്ചെറി അതൊക്കെ ലയ വീഡിയോ എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് സാം എത്തുന്നു. അവന്റേതാണല്ലോ ആ ഒരു കമ്പനി. അസിസ്റ്റന്റിനോട് അപ്പൊ അവൻ അകത്ത് എങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചറിയുന്നു. അപ്പൊ അയാളാണെങ്കിൽ ഒരു ക്ലീനിങ് സ്റ്റാഫിനെ എല്ലാരും കൂടി പൊരിച്ചുകൊണ്ടിരിക്കുക. ഏതോ ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്, തല്ലിപ്പൊളിയാണ് എന്നൊക്കെയാ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നു. തെളിവൊന്നും ഇല്ല എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ തെളിവില്ലാതെ ആരെയും കുറ്റക്കാരാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ അത് പരിശോധിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു. പക്ഷെ അവനക്ക് അറിയില്ല അത് അവന്റെ വൈഫാണ്, വൈഫ് ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും. അപ്പൊ ഇവിടെ എല്ലാവരും ഇവളെ നല്ലോണം തന്നെ പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ സാം അങ്ങോട്ട് എത്തുന്നു. നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാരും കൂടി ഇവന്റെ അടുത്തേക്ക് മിസ്റ്റർ ഷെങ് എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ അവനാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യാതെ ഇവന്റെ വൈഫിന്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോഴാണ് അത് അവന്റെ വൈഫിനെയാണ് ഇവർ ഇത്രയും നേരം ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യമൊക്കെ അവനിക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ട് തന്നെ അവൻ അവന്റെ കോട്ടൂരി അവൾക്ക് പെട്ടെന്ന് ഇട്ടു കൊടുക്കുന്നു. അവളുടെ ഡ്രസ്സൊക്കെ അവര് വലിച്ചു കീറിയല്ലോ. എന്നാൽ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവനെ അല്ല അവരെല്ലാവരും മിസ്റ്റർ ഷെങ് ആയി കണക്കാക്കി വെച്ചേക്കുന്നത്. ഇവന് പൈസ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഇവനോട് ആ രീതിയിലാണല്ലോ നിൽക്കുന്നത്. സോ ആ ഒരു കാര്യം ഒഴിവാക്കി എല്ലാവരുടെയും റിയൽ ഫേസ് അറിയാനായിട്ട് ഇവൻ അവന്റെ അസിസ്റ്റന്റിനെ തന്നെയാണ് ആ ഒരു പോസ്റ്റ് കൊടുത്ത് നിർത്തിയേക്കുന്നത്. അവനെയാണ് ഇപ്പൊ എല്ലാവരും മിസ്റ്റർ ഷെങ് എന്ന് വിളിച്ച് റെസ്പെക്ട് ചെയ്തത്.
അസിസ്റ്റന്റിനെ അറിയാലോ ഇവന്റെ വൈഫാണ് ലൂമി എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവരോട് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്, ഒന്നും അറിയില്ല, ഞങ്ങള് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റന്റ് അതിന് നിനക്കിവിടെ എന്താ അധികാരം ഉള്ളത്? ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫ് ആണെന്നെങ്കിലും പറയാം, പക്ഷെ നീ ഇവിടുത്തെ ആരാ? ഈ ഗ്രാമം എന്ന് പറയുന്നത് എന്റെയും നിന്റെയും പൂർവികരൊക്കെ അവിടെ നിന്ന് വന്നവരാണല്ലോ, അതുകൊണ്ട് അതിനെക്കുറിച്ച് നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയുമ്പോൾ സാം അതെ കറക്റ്റ് പോയിന്റാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇവനിക്ക് സിഗ്നൽ കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ ഈ അസിസ്റ്റന്റ് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓവറാക്കി ചളവാക്കല്ലേ, കാര്യത്തിലോട്ട് വാ എന്ന് സാം പുറകെ നിന്ന് ഓർഡർ കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ഇവരോട് നിങ്ങൾ ഈ ചെയ്തു കൂട്ടി തന്നെ എന്തായാലും പണിഷ്മെന്റ് അനുഭവിച്ചേ പറ്റൂ, സൂപ്പർവൈസറായ നിങ്ങൾ തന്നെ ഇവിടുത്തെ ടോയ്ലറ്റ്സ് വൃത്തിയാക്കണം. എന്നിട്ട് ലേ എടുത്ത് നീ ഇവിടുത്തെ ആരും അല്ലായിരിക്കാം, പക്ഷെ നീ ഈ കമ്പനി വന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെ നീയും ആ ഒരു പണിഷ്മെന്റ് ഏറ്റെടുത്ത് ഇവിടുത്തെ ടോയ്ലറ്റ്സ് എല്ലാം ക്ലീൻ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. അവരത് കേട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു, ഭയങ്കര ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരാണല്ലോ. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് എന്റെ ചേട്ടനോടെ എനിക്കൊരു ഒപ്പ് വേണമായിരുന്നല്ലോ എന്ന് ചോദിച്ച് ഷെറിൻ അങ്ങോട്ട് വരുന്നു. ഷെറിൻ എന്തായാലും അകത്തോട്ട് വന്നിട്ട് സാമിനെ ആയിരിക്കുമല്ലോ ബ്രദർ ആയിട്ട് പെരുമാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖംമൂടി ആ ഒരു സ്റ്റാഫിന്റെ മുന്നിലും അതേപോലെ തന്നെ ലൂമിയുടെ മുന്നിലും അഴിഞ്ഞു വീഴും. സോ പെട്ടെന്ന് തന്നെ ഇവൻ അസിസ്റ്റന്റിനോട് ബാക്കി വരുന്നതൊക്കെ നീ ഹാൻഡിൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലൂമിയും വലിച്ചെടുത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവരുടെ മുതലാളിയുടെ സഹോദരിയെ ഈ സ്റ്റാഫിനൊക്കെ നല്ലതുപോലെ തന്നെ അറിയാം. അപ്പൊ ഷെറിൻ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവളുടെ പുറഭാഗം നമ്മുടെ ലൂമി കാണുന്നുണ്ട്. അവൾ അത് ശ്രദ്ധിച്ചിട്ട് ഇത് ഷെറിൻ അല്ലേ എന്നൊരു ഡൗട്ട് അവൾക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കൺഫേം ചെയ്യാനുള്ള സമയമൊന്നും ഇവൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല, അവര് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഷെറിൻ ആണെങ്കിൽ നേരെ അസിസ്റ്റന്റിനോട് വന്ന് എന്റെ ബ്രദർ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവരത് കേട്ട് ബ്രദർ എവിടെയെന്നോ, അപ്പൊ ഇത് മാഡത്തിന്റെ ബ്രദർ അല്ലേ? ഓ അപ്പൊ നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു, അപ്പൊ യഥാർത്ഥ ഷെങ് നീ അല്ല അല്ലേ? എന്തൊക്കെയായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്? ബാത്റൂം കഴുകണം, തുടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് അവര് നല്ലോണം തന്നെ ഇവനെ പഞ്ഞിക്കിടുന്നു. അപ്പൊ ഷെറിൻ ഇയാളോട് നിങ്ങൾ എന്തിനാണ് എന്റെ ബ്രദറായിട്ട് അഭിനയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാള് ഇവളെ വിളിച്ചുകൊണ്ട് പോയി ആ കാര്യങ്ങളൊക്കെ പറയുന്നു. കുട്ടിയുടെ ബ്രദർ തന്നെയാ എനിക്ക് ഈ പണി തന്നത് എന്നൊക്കെ. അപ്പൊ എന്റെ ചേട്ടൻ എവിടെയെന്ന് ഇവള് ചോദിക്കുമ്പോൾ അദ്ദേഹം വൈഫിന് മുന്നിൽ എല്ലാം പൊളിയാതിരിക്കാനായിട്ട് അവരെയും കൂട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് പറയുന്നു. അതിനുശേഷം ഷെറിനും അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവിടെ ലൂമിയും സാമും കൂടി ഓടി രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സേഫ് ആയിട്ട്. അപ്പൊ ഇവൾ അവനോട് കറക്റ്റ് സമയത്ത് അങ്ങോട്ട് എത്തി തന്നെ രക്ഷപ്പെടുത്തിയതില് താങ്ക്സ് പറയുന്നു. എന്നിട്ട് ലയ ഒരുപാട് നാളായിട്ട് ഈ സിറ്റിയിലുണ്ട്, അതിന്റെ അഹങ്കാരം അവളെ കാണിക്കുന്നത്, ഞാനും എന്തായാലും ഇവിടെ തന്നെ ഉടനെ സെറ്റിൽ ആവും എന്ന് പറയുമ്പോൾ ഇവനും അത് കേട്ട് എന്തായാലും അതൊക്കെ ഉടനെ തന്നെ നടക്കുമെന്ന് പറയുന്നു. അതിനുശേഷം ഇവൻ അവൾക്ക് ഒരു കാർ എടുത്ത് കൊടുത്തിട്ട് അവന്റെ ബോസ് തന്നതാണ് എന്ന് പറഞ്ഞ് ഇവൾക്ക് ചെലവിനായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ ബോസ് അവിടെയും എനിക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു, ഞാൻ ഇന്നലെ വന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സ്റ്റാഫിനോട് കയർത്ത് സംസാരിച്ചു, മാത്രമല്ല ഇപ്പൊ എനിക്ക് വേണ്ടി പൈസയും തരുന്നു, നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് മറച്ചു വെക്കാനായിട്ടാണോ എന്നെ വിവാഹം കഴിച്ചത് എന്ന് ഇവള് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് അവനിവളോട് നീ ഇമാതിരി ചിന്തകളൊന്നും ചിന്തിക്കല്ലേ, അങ്ങനെയൊന്നും അല്ല, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോ ഇവളും അവനോട് ശരി ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ ഇവനോട് ഷെയർ ചെയ്യുന്നു. അവളുടെ മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യവും അതുകൊണ്ടാണ് ഇവൾ ഇങ്ങോട്ട് ജോലിക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. അപ്പോ അവനവളെ ആശ്വസിപ്പിച്ചിട്ട് എന്തായാലും നമ്മളിപ്പോ ഒരു ഫാമിലിയായി, ഇനി മുതൽ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ച് ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. എന്നാൽ കറക്റ്റ് സമയം തന്നെ അത് കോൾ ആക്കാനായിട്ട് ഇവന്റെ അനിയത്തി വിളിക്കുന്നു. ചേട്ടാ നിങ്ങൾ എവിടെയാണ്, എന്റെ ബർത്ത്ഡേ അല്ലേ, ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും നിനക്ക് വാങ്ങിച്ചുകൊണ്ട് തരാം, നീ ഒന്ന് ഫോൺ വെച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവൻ ആ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. എന്നാൽ അപ്പോ അത് വീണ്ടും കുളവാക്കാനായിട്ട് ഇവനിക്ക് കോള് വരുന്നു. അത് വേറെ ആരുമല്ല ഇവന്റെ അസിസ്റ്റന്റ് തന്നെയാണ്. സർ നിങ്ങളുടെ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി, വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ നീയല്ലേ അവിടുത്തെ മിസ്റ്റർ ഷെങ്, നീ തന്നെ ആ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ നമുക്ക് ഒരു ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ പെട്ടെന്ന് ഇവന്റെ മനസ്സിൽ എന്റെ കൂടെ നേരത്തെ നിന്നവരെ പോലെ ഇവളും എന്റെ പൈസ മുടിപ്പിക്കാനായിട്ട് നോക്കുവാണോ, ഇവളൊരു പാവമാണെന്ന് തെറ്റിദ്ധരിച്ചതൊക്കെ വെറുതെ ആണെന്ന് ഇവൻ മനസ്സിൽ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവള് എന്താണ് കാണിക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി ആ ഒരു ദേഷ്യത്തിലാണ് ഇവൻ അവളോടൊപ്പം ഷോപ്പിങ്ങിനായിട്ട് എത്തിയിരിക്കുന്നത്. അവൾ ഓരോന്ന് കാണിച്ചിട്ട് ഇവനോട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ആ കുഴപ്പമൊന്നുമില്ല എന്നാണ് മറുപടി നൽകുന്നത്. അപ്പൊ അവളാണെങ്കിൽ വീണ്ടും അവിടെ കണ്ട മറ്റൊരു ബാഗ് എടുത്തിട്ട് ഇത് കൊള്ളാലോ, ഷെറിന് ഇത് നന്നായിട്ട് ചേരും, അവൾക്കത് ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ ഇവൻ ഇത് ഷെറിന് വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു. പിന്നല്ലാണ്ട് അവളുടെ ബർത്ത്ഡേ അല്ലേ, ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവൻ അവളെ തെറ്റിദ്ധരിച്ചതാണ്. ഇവൻ വിചാരിച്ചതുപോലെ അവള് അത്ര മോശം ക്യാരക്ടർ ഒന്നും അല്ല എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ഷോപ്പിലേക്ക് സാധനം വാങ്ങാനായിട്ട് ഈ ലയയും അവളുടെ ഫ്രണ്ടും കൂടി എത്തുന്നു. അപ്പോ ഇവിടെ
ഇവിടെ ഇവള് ആ ഒരു ബാഗിന്റെ വില എത്രയാണ് എന്ന് സെയിൽസ്മാനോട് ചോദിക്കുമ്പോൾ അയാളെ പെട്ടെന്ന് ഓടിക്കൊണ്ട് വന്ന് നിങ്ങളോട് ആരാ ഇത് തൊടാൻ പറഞ്ഞത്, ഇത് 80,000 രൂപ വില വരുന്ന സാധനമാണ്, നിങ്ങളെ പോലുള്ളവർക്ക് ഇത് താങ്ങാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇവള് ഒരു ബാഗിന് 80,000 രൂപയോ. അപ്പൊ അയാള് ഇത് ഷെങ് ഗ്രൂപ്പിന്റെ ബ്രാൻഡഡ് സ്റ്റോർ ആണ്, ചീപ്പ് വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണെങ്കിൽ വല്ല മാർക്കറ്റിലും പോയി തപ്പാനായിട്ട് ഇയാള് പറയുന്നു. അപ്പൊ ലൂമി ആ ഒരു ബാഗിന്റെ വില കേട്ട് നല്ല ഡൗൺ ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് നമുക്ക് വേറെ കടയിൽ പോയി നോക്കാം, ഇത് അത്ര രസമില്ല എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നു. എന്നാൽ അപ്പോഴേക്കും ആ സെയിൽസ്മാൻ ഓരോ മാരണങ്ങൾ കയറി വന്നോളും, മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഒന്നും വാങ്ങാൻ കഴിവില്ലെങ്കിലും ഷോയ്ക്ക് ഒരു കുറവില്ല എന്ന് പറയുന്നത് നമ്മുടെ സാം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ പോയ പോലെ തിരിച്ചു വന്ന് ആ ഷെൽഫിലിരിക്കുന്ന എല്ലാ ബാഗും പാക്ക് ചെയ്തോളാനായിട്ട് ആ സെയിൽസ്മാനോട് പറയുന്നു. അപ്പോ അയാള് അത് കേട്ട് നിനക്കിതൊക്കെ താങ്ങാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അവന്റെ ഗോൾഡൻ കാർഡ് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാനായിട്ട് പറയുന്നു. അപ്പൊ അത് കണ്ട് ഇവൾ അവനോട് നിങ്ങൾ മിസ്റ്റർ ഷെങ്ങിന്റെ കാർഡ് അടിച്ചു മാറ്റൂ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ഒരു കാർഡ് കാണുമ്പോ തന്നെ ഇയാള് ഇത് മിസ്റ്റർ ഷെങ്ങിന്റേതല്ലേ, നിങ്ങൾ മിസ്റ്റർ ഷെങ് ആണോ എന്ന് ചോദിക്കുന്നു. കാരണം ഷെങ് ഗ്രൂപ്പിന്റെ തന്നെയാണ് ആ ഒരു സ്റ്റോർ. അയ്യോ ക്ഷമിക്കണം സർ, എനിക്ക് നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അയാളെ ഇവന്റെ അടുത്തേക്ക് വരുമ്പോ സാം ഷെങ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന കസ്റ്റമർ, അതിനി പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഒരേപോലെ തന്നെ പെരുമാറണം എന്നതാണ് ഇവിടുത്തെ റൂൾ. അത് അറിയാതെ ജോലി എടുക്കുന്ന നിനക്ക് ഇനി എന്തായാലും ഈ ഗ്രൂപ്പിൽ ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ അത് കേട്ടുപെട്ടെന്ന് ഇവന്റെ കാല് പിടിക്കുന്നു. സർ എന്നെ ജോലി ഒന്ന് പറഞ്ഞു വിടല്ലേ എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും അത് കേട്ട് ലയ അങ്ങോട്ടേക്ക് വന്ന് ഇത് മിസ്റ്റർ ഷെങ് ഒന്നും അല്ല എന്ന് പറയുന്നു. അപ്പോ ലൂമയാണെങ്കിൽ നല്ലോണം തന്നെ പേടിക്കുന്നുണ്ട്, ഇവരുടെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞോ എന്നാണ് ഇവളുടെ മനസ്സിൽ. സാം അതൊക്കെ വെറുതെ ഒരു ഷോയ്ക്ക് കാണിക്കുന്നത് എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അപ്പോ ലയ ആണെങ്കിൽ ലൂമിയുടെ അടുത്ത് നിന്റെ ഹസ്ബൻഡ് എന്തായാലും കൊള്ളാം, നിന്നെ പോലെ തന്നെ പഠിച്ച കള്ളനാ, എന്തായാലും നിന്റെയൊക്കെ തനി നിറം ഞാൻ പുറത്താക്കി തരാം എന്ന് പറഞ്ഞ് ഷെങ് കമ്പനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലയ ശ്രമിക്കുന്നു, ഇവരെ രണ്ടുപേരെയും കൂടെ. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഷെറിൻ അങ്ങോട്ട് വരുന്നു. അവള് വരുമ്പോ തന്നെ ലയ മാഡം നിങ്ങൾ എത്തിയോ, ദേ ഇവരെ കണ്ടില്ലേ, ഇവര് മിസ്റ്റർ ഷെങ്ങിന്റെ ഗോൾഡൻ കാർഡ് മോഷ്ടിച്ചു, മര്യാദയ്ക്ക് മാഡത്തിന്റെ കാല് വീണ് ക്ഷമ ചോദിക്കടേ എന്നൊക്കെ ലയ ലൂമിയോട് പറയുന്നു. അപ്പൊ ഷെറിൻ ലയയുടെ അടുത്ത് ഞങ്ങളുടെ കാർഡല്ലേ മോഷ്ടിച്ചത്, അതിന് നീ ഇത്ര വെപ്രാളം പിടിക്കുന്നത് എന്തിനാണ്, ഞങ്ങൾ തന്നെയാണ് ഇവർക്ക് ആ കാർഡ് കൊടുത്തത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ആകെ നാണം കെട്ടി ചമ്മി നാറി അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. അപ്പോ അത് കണ്ട് ലൂമി ഇവരോട് നിങ്ങള് ശരിക്കും ഷെങ് ഫാമിലി തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഷെറിൻ ആണെങ്കിൽ ഓ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ, ഞാൻ അവൾക്ക് ഇട്ടൊരു പണിയെടുത്തതല്ലേ, അവൾക്ക് ഒരു ചെറിയ ഡോസിന്റെ കുറവുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം സാം ആണെങ്കിൽ ദേ ഇത് നിനക്ക് വേണ്ടി ഇവൾ എടുത്തതാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച് ആ ഒരു ബാഗ് ഷെറിന് എടുത്തു കൊടുക്കുന്നു. അപ്പോ ഷെറിൻ ആണെങ്കിൽ എന്റെ നാത്തൂന് നല്ല സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. അപ്പോ ലൂമി ആണെങ്കിൽ രഹസ്യമായിട്ട് ഇവനോട് നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ സാം ആണെങ്കിൽ അവിടുത്തെ മാനേജറിനെ കണ്ണു കാണിക്കുമ്പോ അയാൾക്ക് കാര്യം മനസ്സിലാവുന്നു. അപ്പോ അയാള് ലൂമിയോട് മാഡം ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ മോശം അനുഭവം നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിവിടെ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് എന്തും എടുത്തോളാനുള്ള ഒരു അവസരം നൽകുകയാണെന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവർക്ക് വളരെയധികം സന്തോഷമാവുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാം തന്നെ അവിടെ നിന്ന് ഫ്രീ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം അവര് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോൾ ഷെറിനാണെങ്കിലോ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇനി എന്തായാലും രണ്ടായിട്ട് ജീവിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീട് സംഘടിപ്പിച്ചിട്ടുണ്ട്, അവിടെ പോയി താമസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവരുടെ കയ്യിലോട്ട് ആ ഒരു കീ കൊടുത്ത് പറഞ്ഞയക്കുന്നു. അവിടെ എത്തുമ്പോൾ സാമിനാണെങ്കിൽ അതൊരു വളരെ ചെറിയ വീടായിട്ടാണ് ഫീൽ ആവുന്നത്. പക്ഷെ ലൂമിക്ക് അതൊരു സ്വർഗമായിരുന്നു. അപ്പോ ഇവള് സാമിനോട് അല്ല ഷെറിന് എങ്ങനെയാണ് ഇത്രയും വലിയ വീട് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതോ ഞങ്ങളുടെ ഒരു അങ്കിളിന്റേതാണെന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നു. എന്തായാലും ഇവള് നല്ല ഹാപ്പി ആവുന്നു. അപ്പൊ പെട്ടെന്ന് ഇവനാണെങ്കിൽ അവിടെ ഒരു എലിയെ കണ്ട് പേടിച്ച് ഇവളുടെ മുകളിലൂടെ പെട്ടെന്ന് തെന്നി വീഴുന്നു. അപ്പൊ അത് കണ്ട് ഇവൾ അവനെ കളിയാക്കിയിട്ട് അത് പോയി ഒന്ന് എഴുന്നേറ്റ് മാറോ, എലി അത്രയ്ക്ക് പേടിയാണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എലിയോ, എനിക്ക് എലിയെ പേടിയൊന്നുമില്ല, ഞാനിവിടെ എലിയൊന്നും കണ്ടിട്ടില്ല, ഞാൻ കാല് സ്ലിപ്പായി വീണതാണെന്ന് പറയുന്നു. അതിനുശേഷം അവനാണെങ്കിൽ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇവൾക്ക് ഒരു കാർഡ് എടുത്ത് കൊടുക്കുന്നു. എന്നാൽ അതിനുശേഷം നൈറ്റ് ആവുമ്പോഴാണ് ഇവനിക്ക് തന്റെ ഗോൾഡൻ കാർഡ് കാണുന്നില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. അവിടേക്ക് വന്ന് ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് കണ്ടെത്താനാവുന്നില്ല. അപ്പോഴാണ് ഇവനിക്ക് പെട്ടെന്ന് നേരത്തെ ലൂമിക്ക് എടുത്തു കൊടുത്ത കാർഡിന്റെ കാര്യം ഓർമ്മ വരുന്നത്. ശരിക്കും ആ ഒരു കാർഡ് മാറിയാണ് ഇവൻ കൊടുത്തത്, അതിലാണെങ്കിൽ കോടികളാണല്ലോ ഉള്ളത്. സോ അതവള് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കള്ളത്തരങ്ങളെല്ലാം വെളിയിലാവും. അതുകൊണ്ട് തന്നെ ഇവൻ പമ്മി അവളുടെ റൂമിലേക്ക് പോകുന്നു.
അങ്ങനെ അവൻ അവളുടെ റൂമിൽ കയറി അവിടെ എല്ലാം തപ്പുന്നുണ്ടെങ്കിലും ആ ഒരു കാർഡ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി അത് ഇവള് അവളുടെ തലേണയുടെ അടിയിലങ്ങാനാണോ വെച്ചേക്കുന്നത് എന്ന് നോക്കാനായിട്ട് അവനത് ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവള് എഴുന്നേൽക്കുന്നു. എങ്കിലും പെട്ടെന്ന് അത് ഇവന്റെ കയ്യിൽ കിട്ടി അതെടുത്ത് അവൻ പോക്കറ്റിലാക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ രാത്രി ഇവിടെ ചെയ്യുന്നതെന്ന് ഇവൾ അവനോട് ചോദിക്കുന്നു. അപ്പൊ അവനാണെങ്കിൽ അത് എന്റെ റൂമില് ഭയങ്കര കൊതുകാണ്, ഇവിടെ കൊതുകുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നു. ഇവന്റെ ആ ഒരു പരിങ്ങല് കാണുമ്പോ തന്നെ ഇവള് എന്താ അവിടെ വല്ല എലിയും കണ്ടു പേടിച്ചു എന്ന് ഇവനോട് ചോദിക്കുന്നു. അപ്പൊ അവൻ എലിയെ കണ്ടു പേടിക്കാനോ, ഞാനോ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് വരുമ്പോ തന്നെ കറക്റ്റ് ഒരു എലി ഇവനെ പാസ് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് തന്നെ അവൻ വീണ്ടും ഇവളുടെ അടുത്തേക്ക് പേടിച്ചു വരുന്നു. അങ്ങനെ അവള് അവനോട് പേടിയാണെങ്കിൽ ഇവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവള് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ഇവന് ശരിക്കും എലിയെ പേടി ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാൻ മടിച്ചിട്ട് അവനും അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അതിനുശേഷം നമ്മളെ കാണുന്നത് ഇവള് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് കണ്ട് ഇവൻ എഴുന്നേറ്റ് വന്ന് അതിരാവിലെ നീ എവിടെ പോവാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് ഓഫീസിൽ ഇന്ന് പ്രധാനപ്പെട്ട ആരോ എത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ നേരത്തെ ചെന്ന് ക്ലീൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണെന്ന് പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ അത് കേട്ട് ആര് വരുന്നു, അത് ചിലപ്പോ നിനക്കിട്ട് ആരോ പണിതായിരിക്കും, ഞാനത് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ ഇവള് അയ്യോ അതൊന്നും വേണ്ട, ഈ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കും, ഇതൊന്നും ഒരു കഷ്ടപ്പാടേ അല്ല, ഞാൻ നിങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഇവള് എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവള് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോ ഇവൻ എന്തായാലും ഇനി എന്റെ ഐഡന്റിറ്റി ഇവളിൽ നിന്ന് മറച്ചു വെക്കുന്നത് ശരിയല്ല, ഇവള് നല്ലൊരു പെൺകുട്ടിയാണ്, അവൾക്ക് നല്ലൊരു ലക്ഷറി ലൈഫ് തന്നെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് ഇവന്റെ കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അന്ന് അവള് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്ത്രീയെ വണ്ടി ഇടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇവളത് കണ്ട് ആ ഒരു ലേഡിയെ പെട്ടെന്ന് തട്ടി മാറ്റുന്ന വഴിക്ക് ഇവളെ ആ ഒരു വണ്ടി ഇടിക്കുന്നുണ്ട്. ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് മറ്റാരുമല്ല ലേയും അവളുടെ ബോയ് ഫ്രണ്ടുമാണ്. ആ ലേഡി ആണെങ്കിൽ പെട്ടെന്ന് ഇവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മോളെ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവര് രണ്ടുപേരും ഇറങ്ങി വന്ന് അവന്റെ വണ്ടിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നു. നിങ്ങൾ റോങ് സൈഡ് കയറി വന്നിട്ടല്ലേ ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ ഞങ്ങള് ഷൻ കമ്പനിയിലെ സ്റ്റാഫാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഇങ്ങോട്ട് സംസാരമൊന്നും വേണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, എന്നോട് കളിച്ചാല് നിനക്കൊക്കെ നല്ല പണി തരും എന്ന് പറയുമ്പോൾ ലൂമയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. അപ്പൊ അവനാണെങ്കിൽ പോയി ഒരു കുപ്പി എടുത്ത് ഇവളെ തല്ലാനായിട്ട് വരുന്നു. അപ്പൊ ലൂമയാണെങ്കിൽ ഈ സ്ത്രീക്ക് ഒന്നും പറ്റാതിരിക്കാനായിട്ട് അവള് തന്നെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നു. എന്നാൽ ആ ലയയുടെ ബോയ് ഫ്രണ്ട് ഒന്നും നോക്കാതെ ലൂമിയെ അടിക്കാനായിട്ട് വരുന്നു ആ ഒരു കുപ്പി കൊണ്ട്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ട് സാം എത്തുന്നു. അവനെ കാണുമ്പോൾ തന്നെ ഈ ഒരു സ്ത്രീ മോനെ നീ എത്തിയോ എന്ന് ചോദിക്കുന്നു. കാരണം ഇവര് സാമിന്റെ അമ്മയാണ്. അവൻ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്റെ വൈഫിനെ ആരാ തൊടുന്നത് എന്ന് ചോദിച്ചാണ്. അപ്പോ അത് കേട്ട് അവര് ഇവനോട് ഇത് നിന്റെ വൈഫാണോ, നീ വിവാഹം കഴിച്ചോ എന്നൊക്കെ അവര് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ചോദിക്കുന്നു. ഇവനും ഇവന്റെ സഹോദരി മാത്രമാണല്ലോ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. അപ്പോ ലേയും ബോയ് ഫ്രണ്ടും കൂടി ഇവരോട് നിങ്ങൾ ആരോ ആയിക്കോ, പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് 2 മില്യൺ തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ സാം അത് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ് അവന്റെ കാർ എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ലൂമി അത് തടഞ്ഞിട്ട് ഇവര് എന്നെയാണ് അടിച്ചത്, പിന്നെ നിങ്ങൾ എന്തിനാണ് പൈസ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പൈസ കൊടുക്കുന്നു എന്ന് വിചാരിച്ച് അത് യൂസ് ചെയ്യാനുള്ള യോഗ്യത ഇവർക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ സാം ആണെങ്കിൽ ആ ഒരു കാർ എടുത്ത് ഇതില് 2 മില്യൺ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്നു. അപ്പോ അവരാണെങ്കിൽ ഒരു നാണോ മാനോ ഇല്ലാതെ അതും വാങ്ങിച്ച് പോവാനായിട്ട് തുടങ്ങുമ്പോൾ ഇവൻ ഞാൻ നിങ്ങൾ ചോദിച്ച പൈസ തന്നു, പക്ഷെ അതിലുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾ കൊണ്ടുപോകുവാണോ, മാത്രമല്ല നിങ്ങൾ എന്റെ വൈഫിനെയും അമ്മയല്ലേ അപമാനിച്ചത്, ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, സോ അതിനും കൂടി ഞാൻ എന്തെങ്കിലും തരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എന്താടാ നിനക്ക് എന്നെ അടിക്കണോ, എന്നെ തൊട്ടാല് നീ വിവരം അറിയും, ഞാൻ ഈ ഷൻ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജറാണ്, എന്റെ ബോസ് ഇതറിഞ്ഞാല് നിന്നെ കൊന്നുകളയും എന്ന് പറയുമ്പോൾ സാം എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ഇവനിക്കിട്ട് നല്ലത് പൊട്ടിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവരുടെ ഓഫീസിൽ നിന്ന് ഇവരുടെ സൂപ്പർവൈസർ ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നു. അപ്പോ അത് കണ്ട് ലയുടെ ബോയ് ഫ്രണ്ട് നീ തീർന്നടാ തീർന്നു, എന്നെ തൊട്ടതിന് നിന്നെ അവര് വെച്ചേക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സാം ആരെയാണ് വെച്ചേക്കാത്തതെന്ന് നമുക്ക് കാണാമെന്ന് പറയുന്നു. അപ്പോ ലൂമിയും അവരങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. മിസ്റ്റർ ഷെന്നിന്റെ ആളെ നമ്മൾ തൊട്ടെന്നറിഞ്ഞാല് അദ്ദേഹം നമ്മളെ വെച്ചേക്കില്ല എന്ന് പറയുമ്പോൾ ഇവനെ അവളെ ആശ്വസിപ്പിച്ച് നീ പേടിക്കാതിരിക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു. അങ്ങനെ ആ സൂപ്പർവൈസർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവൻ ഓടിച്ചെന്ന് സർ ദേ ഇവൻ എന്നെ ഉപദ്രവിച്ചു, നല്ലൊരു പണി തന്നെ ഇവനിക്കിട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ അയാള് ഇവനിക്കിട്ടാണ് പൊട്ടിക്കുന്നത്. നീ ആരോടാണ് സംസാരിക്കുന്നത്, ഇത് മിസ്റ്റർ ഷെൻ ആണ്, അതിന്റെ റെസ്പെക്റ്റിൽ വേണം സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നു. മിസ്റ്റർ ഷെന്നോ, അത് ഇദ്ദേഹമാണോ? ലൂമിയും അത് കേട്ട് നല്ല ഷോക്ക് ആവുന്നുണ്ട്. അപ്പോ ലയ ഉടനെ തന്നെ കളി കാര്യമായി എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി ലൂമിയുടെ കയ്യിൽ ഒന്ന് പിടിച്ച് എടി നമ്മൾ ഒരേ നാട്ടുകാരല്ലേ, നീ പ്രസിഡന്റിനോട് പറഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി താ എന്ന് പറയുമ്പോൾ സാം അവളുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് മേല എന്റെ വൈഫിനെ ഉപദ്രവിക്കാനായിട്ട് വന്നു പോവരുത്, വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ പിന്നെ നിനക്കൊന്നും ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവൾക്കിട്ട് നല്ലത് കൊടുക്കുന്നു. നീയാ എല്ലാത്തിനും കാരണം, നീ ഇതിനൊക്കെ എന്നെ കൂട്ടി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു, നീ കാരണം എന്റെ ജോലി പോയത് എന്നൊക്കെ പറഞ്ഞ് ഒരെണ്ണം കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് സാമിന്റെ ഓഫീസിലേക്ക് മറ്റൊരു പെണ്ണ് എത്തുന്നു. അവളുടെ പേര് യുവി എന്നാണ്. അവള് കുറച്ചു നാളായിട്ട് പുറത്തായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്. വന്ന ഉടനെ തന്നെ നമ്മുടെ സാമിനെയാണ് അവളെ തിരക്കുന്നത്. കാരണം ഇവൾക്ക് അവന്റെ മോളില് ഒരു കണ്ണുണ്ട്. അപ്പോ അവളുടെ അസിസ്റ്റന്റ് അദ്ദേഹം മാരീഡ് ആയി എന്ന് പറയുമ്പോൾ ഇവൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ എന്റേത് മാത്രമാണ്, അത് ഒരിക്കലും അങ്ങനെ അല്ലാതാവില്ല എന്ന് പറഞ്ഞ് ഇവള് ആ ഒരു ഓഫീസിലോട്ട് ചെല്ലുന്നു. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് സാമിന്റെ അമ്മ സാം വിവാഹിതനായെന്നറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് അവരുടെ ഫാമിലി പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഓർണമെന്റ്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവളാണെങ്കിൽ അത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്, തനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്വീകരിക്കാതിരിക്കുമ്പോൾ നീ എന്തിനാ നനയ്ക്കുന്നേ, നീ ഓൾറെഡി തന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണ് എന്ന് പറഞ്ഞ് അവൻ തന്നെ അവൾക്കത് ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം ഇവന്റെ അമ്മയാണെങ്കിൽ ഇവരുടെ കല്യാണം ഗ്രാൻഡ് ആയിട്ട് നടത്താൻ തീരുമാനിച്ചു അതിനുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവര് പോയി കഴിയുമ്പോൾ ഇവൾ അവനോട് നിങ്ങൾ എത്രയും നാളും അപ്പൊ എന്നെ ഫൂൾ ആക്കായിരുന്നില്ലേ എന്ന് ചോദിച്ച് പിണങ്ങുന്നു. അപ്പോ ഇവൻ ഇവളോട് ഞാൻ നിന്നെ പറ്റിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഷെറിനാണല്ലോ നിന്നെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് തന്നെ നിന്റെ സ്വഭാവവും കാര്യങ്ങളും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനു മുന്നേ അവള് കൊണ്ടുവന്നതൊക്കെ എന്റെ കയ്യിലുള്ള പൈസ കണ്ട് മാത്രം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ നീ എന്താണ് ഏതാണ് എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, അതുകൊണ്ടാണ് ഞാൻ ഈ സത്യങ്ങളൊക്കെ ആദ്യമേ മറച്ചു വെച്ചതെന്ന് പറയുന്നു. അതിനുശേഷം ഇവൻ ഇവൾക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട, നിങ്ങൾ CEO ആണെന്ന് കരുതി ഞാനിപ്പോ ചെയ്യുന്ന ജോലി എനിക്ക് ഉപേക്ഷിക്കാൻ ഒരു താല്പര്യമില്ല, ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവള് അവളുടെ ജോലിക്കായിട്ട് പോകുന്നു. അവനിക്കും അത് കാണുമ്പോൾ അവളോടുള്ള ഇഷ്ടം കൂടുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവള് ജോലിക്ക് വരുന്ന സമയത്ത് ഇവള് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ സൂപ്പർവൈസർ നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നു എന്ന് ചോദിച്ച് ഇവളെ വഴക്ക് പറയുന്ന സമയത്ത് അങ്ങോട്ട് യുവി എത്തുന്നു. ഇവള് എവിടെ പോവാനാ, മിസ്റ്റർ ഷെങ്ങിന്റെ റൂമിലായിരുന്നു, അതാ ഇവളെ ലേറ്റ് ആയത് എന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടി ഇവളെ നീ ഇവിടെ ജോലിയിൽ തുടരാനായിട്ട് അദ്ദേഹത്തെ സെഡ്യൂസ് ചെയ്ത് വെച്ചേക്കാണല്ലേ എന്ന് ചോദിച്ച് വളരെ മോശം രീതിയിൽ ഇവളോട് പെരുമാറുന്നു. അപ്പോ അവരെല്ലാവരും തന്നെ യുവിയെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവളാണെങ്കിൽ ഇവരുടെ കമ്പനിയുടെ ഒരു മെയിൻ കസ്റ്റമർ ആണ്, അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഇവളെ നന്നായിട്ട് അറിയാം. അപ്പോ ഈ സൂപ്പർവൈസർ ഇവളോട് നിന്നോട് അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് താൽക്കാലികം മാത്രമാണ്, മിസ് യുവിയെ പോലെ കാണാൻ സുന്ദരിയും കോടീശ്വര കുടുംബത്തിലേതും അതേപോലെ തന്നെ പുറത്തുപോയി പഠിച്ചൊരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന് മാച്ച് ആയിട്ടുള്ളത്, അല്ലാതെ നിന്നെ പോലെ കുഗ്രാമത്തിൽ കിടന്നവളല്ല, അദ്ദേഹത്തിന് നീ വെറും ഒരു തമാശയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളെ ഒരുപാട് വേദനിപ്പിക്കുന്നു. എന്നാൽ അതെല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന ഷെറിൻ കേൾക്കുന്നു. ഉടനെ തന്നെ ഇവള് അവരോട് വന്ന് എന്റെ നാത്തൂൻ ആരെയും സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ലൂമിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പൊ യുവി ആണെങ്കിൽ ഷെറിനോട് നിനക്കെന്തറിയാം, നീ ഒരു കൊച്ചുകുട്ടിയാണ്, ഇവള് നിന്നെയും കയ്യിലെടുത്ത് വെച്ചേക്കാണ് എന്ന് പറയുമ്പോൾ ഷെറിൻ എന്നെ ആരും കയ്യിലെടുത്ത് വെച്ചിട്ടില്ല, ഞാൻ തന്നെയാണ് എന്റെ ഷെറിന് വേണ്ടി ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതെന്ന് പറയുന്നു. അപ്പോ അവരെല്ലാവരും വീണ്ടും ഇവളെ പോലുള്ള ഒരുത്തി മിസ്റ്റർ ഷെങ്ങിന്റെ വൈഫാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് തന്നെ നാണക്കേടാവുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് സാം അങ്ങോട്ട് വരുന്നു. അവര് പറയുന്നതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ അവൻ നേരെ വന്ന് ലൂമിയെ ചേർത്ത് നിർത്തുന്നു. അപ്പോ അതൊന്നും യുവിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൾ അവനോട് നീ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല, ഇവളെ പോലൊരു പെണ്ണിനെയാണോ നീ കൂടെ കൂട്ടിയത്, ഞാൻ ഈ കമ്പനിയുടെ വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ ആണ്, നിന്റെ വൈഫ് ഒരു തുടപ്പുകാരിയാണെന്ന് അറിഞ്ഞാല് ബാക്കിയുള്ള കസ്റ്റമേഴ്സ് എന്ന് വിചാരിക്കും, ബോർഡ് മെമ്പേഴ്സ് എന്ന് വിചാരിക്കും, നിനക്ക് അതിന്റെ നഷ്ടങ്ങൾ ഒരുപാടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവനാണെങ്കിൽ പെട്ടെന്ന് ചേർത്ത് പിടിച്ചിരുന്ന ലൂമിയുടെ കൈ വിടുന്നു. ഒരു നിമിഷം ഇവളൊന്ന് പേടിക്കുന്നുണ്ട്, താനൊരു നാണക്കേടായോ ഇവനിക്ക് എന്നുവരെ അവളെ ചിന്തിക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ പിടിച്ച് കിസ് ചെയ്യുന്നു. അവളും ഒന്ന് ഷോക്കായി പോകുന്നു. അതിനുശേഷം വീണ്ടും അവരെല്ലാം വാടപ്പിക്കുന്ന രീതിയിൽ തന്നെ ഇവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നു. ആ ഒരു പ്രപ്പോസല് ലൂമിയും സ്വീകരിക്കുന്നു. അതിനുശേഷം അവൻ അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവിടെ സാമിന്റെ അമ്മ ഇവരുടെ വിവാഹ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവരങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവര് ലൂമിയോട് മോളെ ഈ ഡ്രസ്സൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടോ, നിന്റെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം എന്നോട് പറയേ എന്ന് പറയുമ്പോൾ ഇവളും ആ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുന്നു. അപ്പോ ഇവളും അവരോട് ഞാനൊരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല, എന്നെ ഇത്രയും നാളെ നോക്കിയത് മുത്തശ്ശിയാണ്, മുത്തശ്ശിയും ഇപ്പോൾ ഒരു പേഷ്യന്റ് ആണ് എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖം ചെറുതായിട്ട് വാടാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ അത് കണ്ട് ഇവൾക്ക് നല്ല ഫീൽ ആവും, താൻ ചിലപ്പോ ഇവർക്ക് പറ്റിയ മരുമകളായിരിക്കില്ല എന്ന് വിചാരിച്ച് അവൾ
അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോൾ ഈ സാം ആണെങ്കിൽ പെട്ടെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അമ്മ എന്തായി കാണിക്കുന്നത്, ഇവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അമ്മേനെ എന്ത് പറഞ്ഞാലും ഞാൻ ഇവളെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവരിവന്റെ അടുത്തേക്ക് വന്ന് തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് നീ എന്റെ മകൻ തന്നെ ആണോടാ, ഇവളുടെ മുത്തശ്ശിക്ക് വയോതിരക്കാണ് എന്ന് പറഞ്ഞിട്ട് നീ ഇതുവരെ അവരെ നല്ല ഹോസ്പിറ്റലിലോട്ട് മാറ്റിയില്ലേ, നല്ല ഡോക്ടേഴ്സിനും എല്ലാം ഏർപ്പാട് ചെയ്യണ്ടേ, നീ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഇവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അവളെ പേടിച്ചു നിൽക്കുന്നത് കണ്ട് ഇവര് ഞങ്ങൾക്ക് നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അതോടുകൂടി ഒരു ഹാപ്പി എൻഡിങ്ങില് ഈ ഡ്രാമ അവസാനിക്കുന്നു.